പുകവലിയും മദ്യപാനവും ആരോഗ്യത്തിന് ഹാനികരം. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അക്രമം നിയമപ്രകാരമായി ശിക്ഷാർഹമാണ്. മന്ത്രി ഇന്ന് തറക്കല്ലിടും. സംസ്ഥാനത്ത് മൈക്രോ ഫിനാൻസ് വായ്പയുടെ പേരിൽ വീണ്ടും ആത്മഹത്യ. കൊല്ലം നീരോടാണ് സംഭവം. മരണാനന്തര കർമ്മത്തെത്തിയ സുമേഷും ഭാര്യ അമ്മുവും തമ്മിൽ വായ്പാ തിരിച്ചടവിനെ ചൊല്ലിയുള്ള തർക്കത്തിനൊടുവിൽ വീട്ടിലെത്തിയാണ് സുമേഷ് ആത്മഹത്യ ചെയ്തത്. സംഭവവുമായി ബന്ധപ്പെട്ട് നീ വാർത്ത കണ്ടായിരുന്നു? ആണോ? നീ ഇപ്പൊ എവിടെ ഉണ്ട്? ഭാര്യ വീട്ടിലേക്ക് താമസം മാറിയപ്പോഴേ സുമേഷിന്റെ ജീവിതം നശിച്ചു തുടങ്ങി. അവന്റെ ആത്മഹത്യക്കുറിപ്പിൽ അമ്മുവാണ് പ്രതി. പക്ഷേ സുമേഷിന്റെ അച്ഛൻ ഇതൊന്നും പോലീസിനെ കാണിച്ചിട്ടില്ല. അതുകൊണ്ടെന്താ അവളിപ്പം ഞെളിഞ്ഞു കിടക്കുന്നു. എവളൊക്കെ പുഴുത്തേ ചാവൂ. അല്ല, നിനക്കുണ്ടല്ലോ മൈക്രോ ഫിനാൻസിന്റെ കുറെ ലോൺ. ഇനി നീ എന്നാ കയറെടുക്കുന്നേ? അനുവിനെ നീ എന്നാ വിധവയാക്കുന്നേന്ന്?
ടെൻഷൻ അടിച്ചു. അല്ലെങ്കിൽ നിനക്ക് എപ്പോഴാ ടെൻഷൻ ഇല്ലാത്ത? ആഴ്ചയിൽ 7 ദിവസം ഉണ്ടെങ്കിൽ 14 ദിവസം നിനക്ക് ലോൺ അടവാ. പിന്നെ എങ്ങനെ ടെൻഷൻ ഇല്ലാതിരിക്കും? ചന്തു, നീ ഒന്ന് നിർത്ത്. നിന്റെ ഉണ്ടെങ്കിൽ 1300 ഗൂഗിൾ പേ ചെയ്യും. ഒന്ന് ചെയ്തേക്കടാ. ഈശ്വര, അയാൾ വന്നു. എന്നെ കൊണ്ട് വയ്യ. ചേച്ചി കളക്ഷൻ അത് സുധിയേട്ടൻ ഗൂഗിൾ പേ ചെയ്യും. പറ്റത്തില്ല ചേച്ചി. എല്ലാ ആഴ്ചയും ഇങ്ങനെ കറക്റ്റ് സമയത്ത് നിങ്ങൾ പൈസ അടയ്ക്കും. പൈസ കിട്ടി. പൈസ ഇല്ലാതെ ഞങ്ങൾക്ക് പോയില്ല. ചേച്ചി കളക്ഷൻ കൊണ്ടുപോകാം. എനിക്ക് 5 മണിക്ക് ബോളായിരുന്നു. കളക്ഷൻ എടുത്തിട്ട് എനിക്ക് ഇനി സെന്റർ ഉള്ളതാ. സമയമായി. ഞാൻ പറഞ്ഞില്ലേ, സുധിയേട്ടൻ അയച്ചു തരും. ലോൺ പാസ്സാക്കിയപ്പോഴേ കറക്റ്റ് പൈസ നമ്മളെന്നല്ലേ, അതുപോലെ അടവും കറക്റ്റ് ആയിരിക്കണം. കറക്റ്റ് അടക്കണം പൈസ. ഹലോ അനു, നീ ഒന്ന് സമാധാനപ്പെടും. കാശൊക്കെ റെഡി ആയിട്ടുണ്ട്. ചന്തു എൻ്റെ അടുത്തുണ്ട്. അവനിപ്പോ ഗൂഗിൾ പേ ചെയ്യും. സുധിയേട്ടൻ ഒന്ന് സംസാരിക്കോ? ആരായാലും കളക്ഷൻ കിട്ടിയാൽ മതി. ഇപ്പൊ തന്നെ ആയിക്കോല്ലേ. ചന്തു, സുമേഷിനെ പോലെ ഇനിയൊരു കൂട്ടുകാരനെ എനിക്ക് നഷ്ടപ്പെടരുതല്ലോ. അയച്ചേക്കാം. ഇതിപ്പോ കുറെ ആയി. വല്ല ഓർമ്മയുണ്ടോ നിനക്ക്? തരാടാ. അടുത്ത ലോൺ ശരിയാവട്ടെ. ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. കാശ് എന്തില്ലേലും ലോൺ എടുത്തുന്ന പേരിൽ നീ കെട്ടിത്തൂങ്ങുന്ന വാർത്ത മാത്രം കേൾക്കാതിരുന്നാ മതി. താത്തേ തിത്തിത്തേ താത്തേ തിത്തിത്തേ താത്തേ തിത്തിത്തേ താത്തേ തിത്തിത്തേ. താത്തേ തിത്തിത്തേ താത്തേ തിത്തിത്തേ താത്തേ താത്തേ തിത്തിത്തേ താത്തേ തിത്തിത്തേ താത്തേ തിത്തിത്തേ താത്തേ. ആ, അച്ഛൻ വന്നു. നമുക്കിന്ന് നാളെ പഠിക്കാട്ടോ. മോള് പോയി പഠിച്ചു. എന്താ സുധിയേട്ടാ ഒരു ടെൻഷൻ പോലെ? എപ്പോഴാണ് നീ എന്റെ മുഖത്ത് സന്തോഷം കണ്ടിട്ടുള്ളത്? ടെൻഷനും ആദ്യമല്ലാതെ മറ്റൊരു വികാരം നീ കണ്ടിട്ടുണ്ടോ? ഒരു ദിവസം വേണ്ട, ഒരു നിമിഷമെങ്കിലും മനസ്സമാനത്തോടെ ഇരിക്കാൻ ആഗ്രഹിച്ചിട്ട് നാട് കുറയായി. സുധിയേട്ട പറയുന്ന കേട്ടാ തോന്നുമല്ലോ ഞാനായിട്ട് ഇക്കണ്ട ലോണുകളൊക്കെ എടുത്തു കൂട്ടിയെന്ന്. നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാ, വാക്കുകളിൽ ആവശ്യമില്ലാത്ത അർത്ഥം കണ്ടെത്തി സംസാരിക്കരുതെന്ന്. വാക്കുകളിൽ അങ്ങനെ ഒരു അർത്ഥം ഉണ്ടായിട്ട് തന്നെയാ പറഞ്ഞത്.
എന്താ സുധിയേട്ടാ തല്ലാൻ ഊയിട്ട് നിർത്തിക്കളഞ്ഞേ? അനു, തലോടിയും സാന്ത്വനപ്പെടുത്തിയും ചേർത്ത് പിടിച്ച് മാത്രം ശീലമുള്ള കൈകൾ പുതിയ ശീലങ്ങളായി വരുവാണോ സുധിയേട്ടാ? സുധിയേട്ടാ, ഈ കൈ വേദനിച്ച നിന്റെ നെഞ്ചിപ്പെടെ. അനു, കുറെ ലോണുകൾ, പ്രശ്നങ്ങളും ടെൻഷനും, അതിനിടയിൽ നമ്മൾ സ്നേഹിക്കാൻ മറന്നു പോകണുള്ളൂ. തോന്നി തുടങ്ങിയോ അങ്ങനെ സുധിയേട്ടനെ? നമുക്കൊരു പ്രണയകാലം ഉണ്ടായിരുന്നു. മൈക്രോ ഫിനാൻസും മറ്റൊരു ബാധ്യതകളും ഇല്ലാതിരുന്ന നമ്മുടെ പ്രണയം മാത്രം. ഓർക്കുന്നുണ്ടോ? സുധിയേട്ടന് വേണ്ടി മരിക്കേണ്ടി വന്ന് ഞാൻ അതും ചെയ്യും. സത്യം? സത്യം.
നിറവറയും നിലവിളക്കൊന്നും വേണ്ട. ഇതെന്റെ കഴുത്തി കെട്ടി തന്നാൽ മാത്രം മതി. അല്ല, ശശിയേട്ടനോ? ആ, എൻ്റെ പേര് ശശീന്ദ്രൻ തന്നെയാ. നീ എന്നെ ഒരുപാടങ്ങ് ശശിയാക്കലടാ സുധി. ശശിയേട്ടാ, കാശ് ഞാൻ തന്നോളാം. എപ്പോഴാ? ഓ, പുതിയ ലോൺ കിട്ടിയിട്ടായിരിക്കും അല്ലേ? അല്ല, പുതിയ ലോൺ ഉടനെ ശരിയാവും. നിർത്തടാ. എന്നിട്ട് മര്യാദയ്ക്ക് എൻ്റെ കാശെടുക്ക്. ഒന്നും രണ്ടും അല്ല, എനിക്കിപ്പം കിട്ടണം പൈസ. ശശിയേട്ടാ, കാശ് ഞാൻ തന്നോളാം. കളിക്കാതെ കാശെടുക്കണം പന്ന നായെ. ശിവ, ഇതല്പം കൂടിപ്പോയി ശശിയേട്ടാ. വാങ്ങിയ കാശും അല്പം കൂടുതലായിരുന്നു. വാടാ, അങ്ങനെ അങ്ങ് പോയാലോ? എൻ്റെ കാശിന് ഒരു തീരുമാനം ഉണ്ടാക്കി. ഇനി താൻ കാശിന്റെ കാര്യം മിണ്ടിയ താൻ നേരെ ചെവിയെ കവലയെ കയറത്തില്ല. കൊടുത്ത കാശ് തിരിച്ചു വാങ്ങുന്നതേ ഇങ്ങനെ തല്ലിയിട്ടും കൊന്നിട്ടൊന്നുമല്ല. ഇവൻ കൊണ്ട തല്ലും തുപ്പിയ ചോരയും തനിക്ക് തരാനുള്ള കാശിനെ വരവ് വെച്ചു. കൊടുത്ത കാശ് തിരിച്ചു വാങ്ങാൻ ഇതാണ് മാർഗമെങ്കിൽ ഈ ലോകത്ത് പരസ്പരം ആയുധമെടുക്കാനേ നേരം ഉണ്ടാകും. വാടാ. സുധിയേട്ടാ, ഇത് എന്ത് പറ്റിയേ? ഒന്നുമില്ല. എന്താ സുധിയേട്ടാ പറ്റിയേ? പറഞ്ഞില്ലേ ഒന്നുമില്ലാന്ന്. ഇച്ചിരി മനസമാനത എനിക്ക്. വയ്യെന്നു മടുത്തു ഈ ജീവിതം. ഓരോ ദിവസം ഉണരുമ്പോഴും ഉറങ്ങുമ്പോഴും അന്നന്നത്തെ ലോൺ അടവിനെ പറ്റിയുള്ള ടെൻഷനും ചിന്തയും. ആർക്കൊക്കെ കടക്കാനാണെന്ന് എനിക്ക് പോലും അറിയത്തില്ല. ആകെ അറിയാവുന്നത് അത് നിന്നെയാണ്. അത് നീ എപ്പോഴും ഇങ്ങനെ കൂടെ ഉള്ളതുകൊണ്ടാണ്. ഡാ, ഇനി നിനക്കെന്നാടാ എന്നെ തല്ലാൻ തോന്നുന്നേ?
വാങ്ങിയ കാശ് തിരിച്ചു കൊടുക്കും. മൈക്രോ ഫിനാൻസിനാണേലും വ്യക്തികൾക്കാണേലും. എൻ്റെ കയ്യിൽ കാശുമില്ല, ഉണ്ടായിരുന്ന ജോലിയും പോയി. ഇനിയിപ്പോൾ തല്ലുകൊള്ളുക നിവൃത്തിയുള്ളൂ. അതിന് ഈ ശരീരത്തിൽ എന്തുമാത്രം ശേഷി ബാക്കിയുണ്ടെന്ന് എനിക്ക് പോലും അറിയത്തില്ല. ഇനിയിപ്പോൾ ജീവൻ നഷ്ടപ്പെടുന്നവരെ തല്ലുകൊള്ള, അത്ര തന്നെ ഇല്ലേടാ. ചന്തു, രക്ഷപ്പെടാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോടാ? എനിക്ക് വയ്യ ഇങ്ങനെ അവമാനപ്പെട്ട് ജീവിക്കുക. ഞാൻ ആത്മഹത്യ ചെയ്യും. സുധി, നിന്നോട് ആരെങ്കിലും പറഞ്ഞ് ഇക്കണ്ട ലോണുകൾക്കൊക്കെ തല വെച്ച് കൊടുക്കാൻ. ഇനി രക്ഷപ്പെടണമെങ്കിൽ നിനക്ക് ഒരേ ഒരു മാർഗമേ ഉള്ളൂ. പക്ഷെ അത് നിനക്ക് മാത്രമേ രക്ഷപ്പെടാൻ പറ്റൂ. വേറൊന്നുമല്ല, ലോൺ തിരിച്ചടയ്ക്കാതിരിക്കാൻ ലോൺ എടുത്തയാൾ ഭരിക്കണം. അതായത് നിന്റെ അനാമിക. അലയുകയാണോ സ്നേഹം, അലയുകയാണോ മനസ്സു ഇടറുകയാണോ, മൊഴികൾ തേങ്ങുകയാണോ, ഹൃദയം അലയുകയാണോ സ്നേഹം, അലയുകയാണോ മനസ്സു ഇടറുകയാണോ, മൊഴികൾ തേങ്ങുകയാണോ, ഹൃദയം അതിരുകളില്ലാതെ നിന്നെ കുറിച്ച് ഞാൻ കണ്ട സ്വപ്നങ്ങൾ ഇന്നെവിടേക്കു പോയി. തിരികെ വരൂ എന്നൊരു മാത്രം പോലും മന്ത്രിക്കാതെ ഞാൻ ഇരുന്നതിൻ്റെ. അലയുകയാണോ സ്നേഹം, അലയുകയാണോ മനസ്സ് ഇടറുകയാണോ, മൊഴികൾ തേങ്ങുകയാണോ, ഹൃദയം ആശംസകളോടെ ടൈൽ പാലസ്, കടക്കൽ മടത്തറ റോഡ്, തുമ്പമൺ തൊടി. ഞങ്ങളുടെ ടൈൽ പാലസിൽ നിന്നും നിങ്ങളുടെ സ്വപ്ന ഭവനം അലങ്കരിക്കുവാൻ ലൈറ്റിംഗിന്റെ
വിപുലമായ ശേഖരങ്ങളും കൂടാതെ ടൈൽസ്, ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, ഗ്രാനൈറ്റ് എന്നിവ മിതമായ നിരക്കിൽ നൽകപ്പെടുന്ന തുമ്പമൺ തൊടിയിലെ ഏക സ്ഥാപനം ടൈൽ പാലസ്, കടക്കൽ മടത്തറ റോഡ്, തുമ്പമൺ തൊടി ജംഗ്ഷനിൽ. മൊബൈൽ നമ്പർ 8714387550. മറ്റൊരു നമ്പർ 8606360361. ടൈൽ പാലസ്, ഹാർഡ്വെയർ, ഇലക്ട്രിക്കൽസ് ആൻഡ് സാനിറ്ററീസ്. സുധി, നീ എന്ത് സ്റ്റുപ്പിഡിറ്റിയാടായി പറയുന്നേ? ഞാൻ അതിൻ്റെ ഒരു നിയമോശം പറഞ്ഞു എന്നല്ലേ ഉള്ളൂ. നീ അതിങ്ങനെ സീരിയസ് ആയി. എടുത്തേ പറ്റൂ. എടാ അനുവിനെ നിനക്ക് അറിയാം. ഈ ലോകം അവസാനിച്ചാലും തീരാത്തത്രയും സ്വപ്നങ്ങളായിരുന്നു ഞാനും എൻ്റെ അനാമികയെ നെയ്തു കൂട്ടി നോക്കി. ആ നശിച്ച നിമിഷം, മൈക്രോ ഫിനാൻസിന്റെ കയ്യിൽ നിന്നും പണം കൈപ്പറ്റിയ നിമിഷം മുതൽ ഉള്ളിലെ സ്വപ്നങ്ങൾ ഓരോന്നായി തകർന്നടിയാണ്. ഒന്ന് ചിരിക്കാൻ കൂടി മറന്നു തുടങ്ങി ഞാൻ. ഇപ്പോ മനസ്സിലെവിടെയും സ്വപ്നങ്ങളില്ല. ഒരുതരം മരവിപ്പ. ഇപ്പോ ഒരേ ഒരു ചിന്തയുള്ളൂ, അവന്റെ മോള. സ്വപ്നങ്ങളുടെ ജീവിതമായി മൈക്രോ ഫിനാൻസ് കൊണ്ടുപോയി. രക്ഷപ്പെടാനാവാത്തൊരു വലയത്തിൽ പെട്ടുപോയി ഞാൻ. ഒരു ചെലന്തി സ്വയം അതിന്റെ വലയിൽപ്പെട്ട അവസ്ഥ. അമ്മയെ കൊന്നിട്ട് ആ മോക്ക് എന്ത് സന്തോഷം നീ കൊടുക്കാൻ പോകുന്നേ? നിനക്ക് പ്രാന്ത. അതെ, എനിക്ക് ഭ്രാന്ത. ഞാൻ തീരുമാനിച്ചു. ഇത് സ്വാർത്ഥതയാ നിനക്ക് രക്ഷപ്പെടാൻ. അങ്ങനെ തോന്നാം, പക്ഷെ അല്ല. കടങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ഒരു മരണം അനിവാര്യമാണ്. അത് ഞാനായാൽ പിന്നെയും ബാക്കി നിൽക്കും ബാധ്യതകൾ. കുറച്ചു കാലത്തെ അനുവിനും മോൾക്കും ഇടയിലുള്ള കരച്ചിലും സങ്കടത്തിനോട് ഫിനാൻസുകാരുടെ സാവകാശത്തിന് ശിക്ഷ അവസാനിക്കുമ്പോൾ അവർ പിന്നെയും തലപൊക്കും. ഈ ജീവിതം മനസമാധാനത്തോടെ ജീവിച്ചു തീർക്കാൻ പറ്റില്ലെന്ന് തോന്നും. അനു ഈ ലോകത്തുനിന്ന് ഇവിടെ പറഞ്ഞ് പിന്നെ ഞാനുണ്ടാവില്ല. എന്റെ ആത്മാവ് അവളോടൊപ്പം പോയിട്ടുണ്ടാവും. പിന്നെ വെറുതെ ചലിക്കുന്നൊരു ശരീരം മാത്രമില്ല. എന്റെ മോള് ജീവിതത്തിലേക്ക് നടന്നു തുടങ്ങുമ്പോൾ അവളുടെ മുന്നിൽ ബാധ്യതകൾ മുഴുവനും കൊണ്ടാകാൻ പാടില്ല. ഞാൻ തീരുമാനിച്ചു. രേവതി, ഞാൻ പറഞ്ഞില്ലേ, കാശ് ഞാൻ തരാം. 19-ാം തീയതി പുതിയ ലോൺ ശരിയാകും, ഉറപ്പ്. ആ, ചന്തുവോ? സുധിയേട്ടൻ എവിടെ? അവരുണ്ടാവും. ആ, ഇന്നത്തെ അടവിനുള്ള കാശിന് വേണ്ടി ആരോടെങ്കിലും ഇറക്കുന്നുണ്ടാവും. ആ, ചന്തു ഇരിക്കെ, ഞാൻ ചായ എടുക്കാം. അല്ല, മോളെവിടെ? അവള് സ്കൂളിൽ പോയി.
ചന്തു, കേറി വാനു. കൊള്ളാം, നല്ല ചായ. നിന്നെ പോലെ. ചന്തു, ഹാളില അതിഥികൾക്കുള്ള സ്ഥാനം. നീ നല്ലൊരു സുഹൃത്തായതുകൊണ്ടും സുധിയുടെ നിനക്ക് അങ്ങനെ ഒരു സ്വാതന്ത്ര്യം തന്നതുകൊണ്ടും മാത്രമാണ് ബെഡ്റൂമിലേക്കുള്ള നിന്റെ ഈ കടന്നുകയറ്റത്തെ ഞാൻ മറ്റൊരർത്ഥം കൽപ്പിച്ച് ഇറങ്ങിപ്പോകാൻ പറയാത്തത്. നീ വന്ന കാര്യം പറ. ആരാ പറഞ്ഞേ ബെഡ്റൂമിലേക്കുള്ള എൻ്റെ കടന്നു കയറ്റത്തിന് മറ്റൊരർത്ഥമില്ലെന്ന്? ഉണ്ട്. പിന്നെ ഞാൻ വന്ന കാര്യം അത് പറയാനുള്ളതല്ല, പ്രവർത്തിക്കാനുള്ളതാ. ചന്തു, എന്തായി കാണിക്കുന്നേ? കാണിക്കാൻ പോണേല്ലേ ഉള്ളൂ. അപ്പൊ ഇതായിരുന്നു നിന്റെ മനസ്സിലിരിപ്പ്? ഇത്രയും കാലം സുധിയേട്ടന്റെ കൂടെ നിഴലി പോലെ നടന്ന് ഇതിനായിരുന്നോ? പിന്നെന്ത് കരുതി നീ? മൈക്രോ ഫിനാൻസിന്റെ ലോൺ അടയ്ക്കാൻ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഓരോ തവണ ബാലൻസ് കുറയുമ്പോഴും നിന്റെ മുഖമായിരുന്നു എൻ്റെ മനസ്സിൽ. ഒരവസരത്തിന് വേണ്ടി ഞാൻ കാത്തു, പക്ഷേ ഒത്തുകിട്ടിയില്ല. ഈ ഒരു നിമിഷം കഴിഞ്ഞു പോയാൽ കാത്തിരിക്കാനുള്ള അവസരം പോലും എനിക്ക് നഷ്ടപ്പെടും. കാരണം കാത്തിരിക്കാൻ ഇനി നീ ഇല്ല. നിന്നെ കൊല്ലാൻ പോവുക. ഞാനല്ല, നിന്നെ കൊല്ലാൻ എനിക്കൊരാഗ്രഹമില്ല. എനിക്കാഗ്രഹം നിന്നോടൊപ്പം ഒരു ദിവസം, അത്രേ ഉള്ളൂ. ഇന്നാണ് ആ ദിവസം. കാരണം നിനക്കിനി ദിവസങ്ങളില്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലല്ലേ? സുധിക്ക് ബാധ്യതകളിൽ നിന്ന് രക്ഷപ്പെടണം. മൈക്രോ ഫിനാൻസിൽ നിന്ന് ലോൺ എടുത്തിരിക്കുന്നത് നീയല്ലേ? നീ ഇല്ലാതായാൽ പിന്നെ ബാധ്യതകളില്ല. അവൻ തീരുമാനിച്ചു നിന്നെ കൊല്ലാൻ. ചന്തു, പോ. ഞാൻ പോകാം. അതിനു മുമ്പ് ഇറങ്ങി പോവാനാ പറഞ്ഞത്. അടുക്കരുത്. സുധിയേട്ടന്റെ മരണം ആഗ്രഹിക്കുന്നല്ലേ നീ പറഞ്ഞത്? നീ എന്നെ കീഴ്പ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. എന്റെ സുധിയേട്ടന് വേണ്ടി ഞാൻ മരിക്കാൻ തയ്യാറാ. പക്ഷെ നീ എന്റെ ശവത്തിലേ തൊടും. ചന്തു, പുറത്തു പോ, അല്ലെങ്കിൽ ഞാൻ മരിക്കും, ഉറപ്പാ. ഞാനിപ്പോ പോണു. ഹലോ ഹലോ, ലോൺ തിരിച്ചടയ്ക്കാതിരിക്കാൻ ലോൺ എടുത്തയാൾ ഭരിക്കണം. അതായത് നിന്റെ അനാമിക.
ലോൺ എടുത്തയാൾ മരിക്കണം, നിന്റെ അനാമിക. സുധിയേട്ടന് വേണ്ടി മരിക്കേണ്ടി വന്നു, ഞാൻ അതും ചെയ്യും. സത്യം? സത്യം. വേണ്ടായിരുന്നു. എന്റെ അനുവിനെ കുറിച്ച് അങ്ങനെ ചിന്തിക്കാൻ പാടില്ലായിരുന്നു. സുധിയേട്ടൻ ഞാൻ മരിക്കണമെന്ന് ആഗ്രഹിച്ചോ? ചിന്തകൾ കാട് കയറിയപ്പോ ഞാൻ അല്പം ദുർബലനായി പോയിരുന്നു. തെറ്റായിപ്പോയി. അത് തെറ്റല്ല സുധിയേട്ട. കടത്തിൽ മുങ്ങി നിൽക്കുക എന്റെ സുധിയേട്ടൻ. രക്ഷപ്പെടണമെങ്കിൽ എന്തെങ്കിലും ഒരു അത്ഭുതം സംഭവിക്കണം. എന്ത് അത്ഭുതം സംഭവിക്കാനാ? ഒരേ ഒരു മാർഗം, അതെന്റെ മരണം. ഇങ്ങനെ മനസ്സമാധാനമില്ലാതെ ഒരുമിച്ച് ജീവിച്ചിട്ട് എന്താ സുധിയേട്ട കാര്യം? നമ്മുടെ മോളെങ്കിലും കടങ്ങളില്ലാത്തൊരു ലോകത്ത് ജീവിക്കട്ടെ. അതിന് ഞാൻ മൈക്രോ ഫിനാൻസിന്റെ കടങ്ങളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ ആലോചിച്ചപ്പോ ചന്തുവിന്റെ ഒരു വാക്ക് അതെന്നെ വേട്ടയാടിക്കൊണ്ടിരുന്നു. എപ്പോഴോ ഞാൻ ആ വാക്ക് മുറുകെ പിടിച്ചു പോയി. അരുതാത്ത ചിന്തിച്ചു പോയടോ. നീ എന്റെ ജീവനാണ്, എന്റെ പ്രാണൻ. എന്റെ ജീവന്റെ ജീവനായ എന്റെ സുധിയേട്ടൻ എന്താഗ്രഹിച്ചാലും അത് സാധിച്ചു കൊടുക്കണം. സുധിയേട്ടൻ ഇപ്പൊ ആഗ്രഹിക്കുന്നത് എന്റെ മരണ. സുധിയേട്ടന് വേണ്ടി, നമ്മുടെ മോൾക്ക് വേണ്ടി ഞാൻ എൻ്റെ പ്രാണൻ കളയുക. കൂട്ടിവെച്ച സ്വപ്നങ്ങളൊക്കെ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ഞാൻ യാത്രയാവുക. മറ്റൊരു ജന്മം വരെ കാത്തിരിക്കും ഞാൻ. ഹൃദയം ഇരുണ്ട നീറലിൽ താഴുന്നു, നിൻ തിരിഞ്ഞു പോകുന്ന ചുവടുകളിലും എന്റെ ഹൃദയമൊന്നു വിങ്ങുന്നു. വിടരാനാവാത്തൊരു പൂവായി ഞാൻ മരുഭൂമിയിലായി നിന്നെ തേടി നോവിൻ താളം പാടുമ്പോൾ നീ മറവിയുടെ വാതിൽ അടച്ചി. നിലാവിൽ നനയുമെങ്കിലും ഹൃദയം ഇരുണ്ട നീറലിൽ താഴുന്നു, നിൻ തിരിഞ്ഞു പോകുന്ന ചുവടുകളിലും എന്റെ ഹൃദയമൊന്നു വിങ്ങുന്നു. മൊഴിയാതെ പോയ കഥകളെല്ലാം മൺചുടലായി മനസ്സിൽ ഓർമ്മകളെ ഓതി
വലിയേട്ടാ, ഓ, അപ്പൊ നീ എന്നെ മറന്നില്ലല്ലേ? മുഖത്ത് നോക്കടാ. അതോർത്ത് നീ വിഷമിക്കണ്ട. ഇനിയിപ്പൊ എന്റെ മുഖത്ത് നോക്കിയ അച്ഛൻ മരിച്ചു 1 വർഷമായി. വലിയേട്ടാ, നമ്മുടെ അച്ഛൻ വലിയേട്ടാ, നമ്മുടെ സുധിയേട്ടാ, എനിക്ക് സങ്കടമുണ്ട് എന്റെ സുധിയേട്ടനെ വിട്ടു പോവാൻ. ഇനി എനിക്ക് എന്റെ സുധിയേട്ടനെ കാണാൻ പറ്റില്ല അല്ലേ? സുധി, അനാമികയുമായുള്ള നിന്റെ ഒളിച്ചോട്ടം അച്ഛൻ ഒരുപാട് ദേഷ്യവും സങ്കടങ്ങളും ഒക്കെ ഉണ്ടാക്കി. അത് നിന്റെ പ്രണയത്തെ എതിർത്തിട്ടൊന്നുമല്ല, നീ കാണിച്ച ആവേശത്തിന്റെ പേരില. അച്ഛനെ മനസ്സിലാക്കുന്ന കാര്യത്തിൽ നിനക്കെവിടെയോ തെറ്റി. ഞാൻ ഇനിയിപ്പോ അതോർത്ത് സങ്കടപ്പെട്ടെന്തിനാ? വേഷം തീരുമ്പോ രംഗം വിടണം, അതാരായാലും. അച്ഛന് എന്നോട് ദേഷ്യമൊന്നുമില്ലായിരുന്നു. എവിടെ ഉണ്ടെങ്കിലും കൂട്ടിക്കൊണ്ടുവരണമെന്ന് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിന്നെ അന്വേഷിക്കാത്ത സ്ഥലമില്ല. ഇപ്പോഴാ കണ്ടെത്താൻ പറ്റി. ആ, കഴിഞ്ഞത് കഴിഞ്ഞു. നീ വേഗം വീട്ടിലേക്ക് വരണം, പറ്റിയ നാളെ തന്നെ. ഞാൻ അങ്ങനെ ഒരു സാഹചര്യത്തിലല്ല. ഞാനല്ല അറിഞ്ഞു. കുറെ ലോണിൽപ്പെട്ട് കിടക്കുകയല്ലേ നിന്റെ ജീവിതം. എടാ, നിന്റെ കൂട്ടുകാരനില്ലേ ചന്തു, അവനെയാ ഞാൻ ആദ്യം കണ്ടത്. വിവരങ്ങളെല്ലാം എന്നോട് അവനാ പറഞ്ഞത്. ഇത് വാങ്ങ്. ഇതൊരു ചെക്ക, നിന്റെ കടങ്ങളൊക്കെ വീട്ടാൻ. ഇതിലൊരു തുക ഞാൻ എഴുതിയിട്ടുണ്ട്. തികഞ്ഞില്ലെങ്കിൽ പറഞ്ഞാൽ മതി. വലിയേട്ടാ, നിന്റെ മോളെ കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ടെങ്കിലും ഇപ്പൊ ഞാൻ വരുന്നില്ല. കാരണം എന്റെ കാത്തിരിപ്പിനൊരു സുഖം ഉണ്ടാവില്ല. പോട്ടേടാ, വേഗം വരണം. ലോൺ എടുത്തയാൾ മരിച്ചാൽ ആ കാശ് തിരിച്ചടയ്ക്കേണ്ടത് നിന്നോടാരാ പറഞ്ഞത്? മണ്ടത്തരം പറയുന്നവനല്ല, അത് വിശ്വസിക്കുന്നവനാ യഥാർത്ഥ മണ്ടൻ. പോയി കാശടയ്ക്കട.
അനു ഡോ നമ്മൾ കടങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പോകണോ? ഇനിയാണ് നമ്മൾ ജീവിക്കാൻ പോകുന്നത്. ഇതുവരെ ജീവിച്ച ജീവിതം അതൊരു ജീവിതമല്ല. ഒരുപാട് പ്രണയവും ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നിട്ടും അതൊന്നും പ്രകടിപ്പിക്കാനാവാതെ ഇനി അങ്ങനെ അല്ലടോ. നമ്മുടെ ജീവിതത്തിൽ സന്തോഷം മാത്രമേ ഉണ്ടാവും. പിന്നെ ഞാനൊരു തെറ്റ് ചെയ്തു. ഒരിക്കലും ചിന്തിക്കാൻ പാടില്ലാത്തൊരു കാര്യം ചിന്തിച്ചു പോയിടോ. താൻ എന്താണൊന്നും മിണ്ടാത്തെ? അനു 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 ആ താനെന്താണ് അനു? അനു താനെന്താണ് അനു?